എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം എലിസബത്തിനെ മുത്തശ്ശൻ വിളിക്കുവാണ്. എന്നിട്ട് നയനയ്ക്ക് എങ്ങനെയുണ്ട്, ഇപ്പോൾ സുഖമാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയുമ്പം മോളെ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കണം, അവൾക്ക് വേണ്ട ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തോണം, അവളൊന്നും വേണമെന്ന് പറയല്ല എങ്കിലും നിർബന്ധിച്ച് കഴിപ്പിച്ചോണം എന്നൊക്കെ പറയുമ്പോൾ സാറ് പറയുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, മോൾക്ക് അങ്ങനെ വലിയ ഇഷ്ടങ്ങളൊന്നും ഇല്ല എങ്കിലും ഞാൻ നിർബന്ധിച്ച് എല്ലാം ഉണ്ടാക്കി കൊടുത്ത് കഴിപ്പിക്കാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. ഇവരിങ്ങനെ സംസാരിക്കുന്നത് നയനെ കേൾക്കുന്നുണ്ട്. അപ്പം സാർ എന്ന് വിളിച്ചാണല്ലോ എലിസബത്ത് സംസാരിക്കുന്നത്, അതുകൊണ്ടത് മുത്തശ്ശനാണോ എന്ന് ചെറിയൊരു സംശയം വരുന്നുണ്ട് നയനയ്ക്ക്. അത് മുത്തശ്ശനാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർത്തിട്ട് നേരെ റൂമിലേക്ക് പോകുന്നു. അവിടെ പോയി ഇതിനെപ്പറ്റി ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. ഈ സമയം എലിസബത്തിനോട് മുത്തശ്ശൻ പറയുന്നുണ്ട്, നന്നായിട്ട് മോളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണം, എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം എന്നൊക്കെ പറയുന്നു. അന്നേരം എലിസബത്തും പറയുന്നുണ്ട്, സാറ് പേടിക്കുകയൊന്നും വേണ്ട, ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം, പിന്നെ മോളുടെ വിവരങ്ങളൊക്കെ അപ്പം അറിയിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കുന്നു. അത് കഴിഞ്ഞ് ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നയനയുടെ അടുത്തോട്ട് വരിക. അന്നേരം നയന പറയുവാണ്, ചേച്ചി എനിക്ക് വേണ്ട ജ്യൂസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ വൊമിറ്റ് ചെയ്യും, എന്തൊക്കെയോ ഒരു ക്ഷീണമുണ്ട്, എനിക്ക് തീരെ വയ്യ എന്നൊക്കെ പറയുമ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം മോളെ എന്ന് പറയുക. അന്നേരം ഹോസ്പിറ്റലൊന്നും പോകണ്ട, എൻ്റെ മനസ്സിന് സുഖമില്ല, അതുകൊണ്ടാണ് എൻ്റെ ശരീരവും ഇങ്ങനെ വരുന്നത്, എനിക്ക് മുത്തശ്ശൻ്റെ കാര്യം ഓർക്കുമ്പോൾ വിഷമമാണ്, മുത്തശ്ശൻ ഇത്രയൊക്കെ ആയിട്ടും എന്നോടൊരു ഇത്തിരി ഇഷ്ടം പോലും കാണിക്കുന്നില്ലല്ലോ, അതിൻ്റെയാണ് എനിക്ക് മാനസിക സമ്മർദ്ദവും ക്ഷീണവും ഒക്കെ. ഞാനിത് ആദർശനോട് പോലും പറയാറില്ല, കാരണം ഈ അവസ്ഥയിലിരിക്കുന്ന എന്നോട് മുത്തശ്ശൻ ഒരു ദയയില്ലാതെയാണ് പെരുമാറുന്നത്, അതുകൊണ്ടാണ് എനിക്ക് മനസ്സിൽ വിഷമം വരുന്നതും ശരീരത്തിന് ക്ഷീണം വരുന്നതും ഒക്കെ. അതറിഞ്ഞു കഴിഞ്ഞാൽ ആദർശേട്ടന് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും മുത്തശ്ശനോട് ദേഷ്യം തോന്നും, അവർ തമ്മിൽ അങ്ങനെ ഒരു ദേഷ്യം വരാതിരിക്കാനാണ് ഞാൻ ആരോടും ഒന്നും പറയാത്തത്, എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് കയറി കിടക്കുവാണ്. അന്നേരം ആകെ വിഷമമാവുന്നുണ്ട് എലിസബത്തിന്. ഇതൊക്കെ മുത്തശ്ശനെ അറിയിക്കാനും അതിനെന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാകാനും വേണ്ടിയാണ് നയന ഇതൊക്കെ പറയുന്നത്. ഏതായാലും നയന കയറി കിടന്നു കഴിയുമ്പോഴേക്കും ഭയങ്കര വിഷമമാവുന്നു എലിസബത്തിന്. എലിസബത്ത് നേരെ മുത്തശ്ശനൊരു മെസ്സേജ് അയക്കുവാണ്. സാറിനെ ഓർത്ത് നയനമോളുടെ മനസ്സ് വിങ്ങുവാണ്, നേരാവണ്ണം ആഹാരം കഴിക്കാനോ മനസ്സമാധാനത്തോടെ ഇരിക്കാനോ മോൾക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് ഇതിനൊരു തീരുമാനമാക്കണമെന്ന് പറഞ്ഞാൽ. അപ്പം തന്നെ മുത്തശ്ശൻ അതിനെപ്പറ്റി ആഴത്ത് ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് നയനയ്ക്കൊരു മെസ്സേജ് അയക്കുവാണ്. ആ മെസ്സേജിൽ ഇങ്ങനെയാണ്, നാളെ മോള് നമ്മുടെ കുടുംബക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ കാവിലേക്ക് വരണം, കൂടെ എലിസബത്തിനെയും കൂട്ടിക്കോ, ആദർശ് കൂടെ ഉണ്ടാകരുത് എന്ന്. അത് കാണുന്നത് ഭയങ്കര സന്തോഷം നയനയ്ക്ക്. നയന ഇനി എങ്ങനെയെങ്കിലും ഒന്ന് നാളെയായി കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള വിചാരത്തിലിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് വിജയാഘോഷം നടത്തിയായിരുന്നല്ലോ ആദർശൻ്റെ വീട്ടിൽ വെച്ച അനിയും അതുപോലെ ദേവയാനിയും എല്ലാവരുടെ മുത്തശ്ശി ഉണ്ടായിരുന്നു കൂടെ. അതിൻ്റെ വീഡിയോ ഒക്കെ ദേവയാനിയും ജയനെയും ഒക്കെ അവന്തിക കാണിക്കുന്ന സമയത്താണ് അഭിയും നവ്യയും കൂടി അങ്ങോട്ട് വരുന്നത്. അന്നേരം അവന്തിക പറയുന്നുണ്ട്, കണ്ടോ ഈ വീഡിയോസൊക്കെ കണ്ടോ, ഇന്ന് അനിയേട്ടൻ്റെ വിജയം അവർ സെലിബ്രേറ്റ് ചെയ്തു, ആ സമയത്ത് ഞാനില്ലായിരുന്നു ഇവിടെ, അല്ലെങ്കിൽ ഞാനും അവരുടെ കൂടെ കൂടിയേനെ എന്നൊക്കെ പറയുവാണ്. അന്നേരം ആകെ ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് അഭിക്ക്. അന്നേരം അഭിയുടെ മുഖത്തൊരു തെളിച്ചുമില്ല. അന്നേരം ജയൻ ചോദിക്കുക, എന്താടാ നിൻ്റെ മുഖത്തൊരു തെളിച്ചുമില്ലാത്ത തന്നെ നാടാ എന്ന് ചോദിക്കുമ്പം അവനെങ്ങനെയാണ് തെളിച്ചം വരുന്നത്, അവൻ അനിയുടെ മുമ്പിൽ തോറ്റുപോയ സന്ദർഭമല്ലേ, അതുകൊണ്ടാണ്. പിന്നെ AN ജ്വല്ലറി വിഷുവിന് ഒന്നാമതായി എന്ന് പറഞ്ഞ് അവരവിടെ കേക്ക് മുറിച്ചായിരുന്നു, അതിൻ്റെ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും സെലിബ്രേറ്റ് ചെയ്യുകയും അതുപോലെ സ്റ്റാറ്റസ് ഇടുകയും ഒക്കെ ചെയ്ത ആളല്ലേ നീ, നിനക്കിപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം അഭി പറയുന്നുണ്ട്, ഞാൻ ആരോടും മത്സരിക്കാനില്ല, അതുപോലെ ഞാനല്ല ആ വീഡിയോ ഒന്നും ആർക്കും അയച്ചു കൊടുത്തത്, ഇവളാണ് എന്ന് പറയും. അന്നേരം അയച്ചു കൊടുക്കും, അതെനിക്കറിയാം, അവൾക്കും അതൊക്കെയാണല്ലോ സന്തോഷം എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അല്ല ഇത്രയും കാലം ഒന്നാം സ്ഥാനത്ത് നിന്ന മൂർത്തി ജ്വല്ലറി താഴെ പോയി, ഇപ്പോഴും വലിയ രീതിയിൽ ഒരു കയറ്റം ഉണ്ടായിട്ടില്ല, ആ സ്ഥിതിക്ക് ഇപ്പോൾ ഉണ്ടായ വിജയം ഇത്രമാത്രം ആഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പം ദേവയാനി പറയുന്നുണ്ട്, ആഘോഷിക്കും, കാരണം അനി MD ആയതിനു ശേഷം ഉണ്ടായ നല്ലൊരു വിജയമാണ്, അത് ഞങ്ങൾ ആഘോഷിക്കും എന്ന് പറയുമ്പം അഭി അതങ്ങ് സമ്മതിച്ചു കൊടുക്കുകയല്ലേ, അങ്ങനെ ആഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതിന് പിറകിൽ പ്രവർത്തിച്ചത് നയനയെടുത്തിയും ആദർശേട്ടനുമാണ്, അല്ലാതെ അനിയല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. ഇവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് മുത്തശ്ശൻ വരുന്നത്. അന്നേരം മുത്തശ്ശനോട് ദേവേനി പറയുവാണ്, ശരിക്കും ഈ വീട്ടിൽ വെച്ചായിരുന്നു ഇങ്ങനെ ഒരു സെലിബ്രേഷൻ നടത്തേണ്ടത് എന്ന്. അന്നേരം മുത്തശ്ശൻ പറയും, അങ്ങനെ ഒരു സെലിബ്രേഷൻ്റെ ആവശ്യം ഇവിടെയില്ല, അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ എല്ലാ തരത്തിലും നമ്മൾ AN ജ്വല്ലറിയുടെ മുകളിൽ വരണം, അങ്ങനെ ഒരു അവസരം വന്നാൽ മാത്രം സെലിബ്രേറ്റ് ചെയ്താൽ മതി, അല്ലാതെ ആവശ്യമില്ലാത്ത ആഘോഷങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്നു. അന്നേരവും അനി പറയുന്നുണ്ട്,
പറയുന്നുണ്ട് ഇങ്ങനെയൊരു വിജയം നമുക്കുണ്ടായി എങ്കിൽ അത് എൻ്റെ മാത്രം കഴിവുകൊണ്ടല്ല, അതിന് പിന്നിൽ ആദർശേട്ടനും നയനേടത്തിയും ഒക്കെ ഉണ്ടായിരുന്നു എന്ന്. അന്നേരം മുത്തശ്ശൻ സമ്മതിക്കത്തില്ല. ഞാൻ പലതവണ നിന്നോട് പറഞ്ഞതാണ് നിൻ്റെ വിജയം നീ വേറെ ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല എന്ന്. ഇതിപ്പോൾ ആരൊക്കെ സഹായിച്ചിട്ടാണെങ്കിലും അങ്ങനെയൊരു വിജയം നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിൻ്റേത് തന്നെയാണ്, അത് സെലിബ്രേറ്റ് ചെയ്യേണ്ടതും നീ തന്നെയാണ്, അത് വേറെ ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല. ആദർശിന് കഴിവ് തെളിയിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു, അന്ന് അവൻ കഴിവ് തെളിയിച്ചില്ലല്ലോ, പിന്നെ നിൻ്റെ കൂടെ കൂടി നിന്ന് ആ കഴിവ് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പം ദേവേനി ചോദിക്കുന്നുണ്ട് അതിന് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അച്ഛാ, അവനെ ചതിക്കുമല്ലായിരുന്നു എന്ന്. അന്നേരം മുത്തശ്ശൻ പറയും അങ്ങനെ ഒരു ചതി ഈ പ്രാവശ്യം നടന്നേനല്ലോ, അനി ഈ ഡീലിൽ പങ്കെടുക്കുന്നില്ല എന്നൊരു പ്രതീതി ജനിപ്പിച്ചതുകൊണ്ടല്ലേ AN ജ്വല്ലറിക്കാർ അങ്ങനെ ഒരു ചതിക്ക് മുതിരാതിരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണണമായിരുന്നു ആദർശം, അവൻ അന്നത് കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ അനു പറയുന്നുണ്ട് മുത്തശ്ശ ഈ കാര്യങ്ങളൊക്കെ ആദർശേട്ടൻ എന്ന് പറഞ്ഞു തുടങ്ങുന്നെങ്കിൽ നിന്നോട് ഞാൻ പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട എന്ന്, അവരുടെ കാര്യം ഇവിടെ സംസാരിക്കുകയും വേണ്ട എന്ന് പറയുന്നു. അന്നേരം അഭി ഇങ്ങനെ വിഷമിച്ചിങ്ങനെ കേട്ട് നിൽക്കുമല്ലേ. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് നമ്മുടെ ഈ വീട്ടിൽ തന്നെ ചാരന്മാരുണ്ട്, അതുകൊണ്ട് പല കാര്യങ്ങളും സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യണം എന്ന്. അതുപോലെ നവ്യ മനസ്സിൽ ഓർക്കുന്നുണ്ട് ഇത് മൂർത്തി ജ്വല്ലറിയുടെ ആദ്യത്തെ വിജയമൊന്നുമല്ല, ഇനി അങ്ങോട്ട് എന്ന് വിജയമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇവനെ ഞാൻ നശിപ്പിക്കും, പ്രത്യേകിച്ച് ഡേവിഡിനെ, ഇവനെ സഹായിച്ച് ഇവൻ്റെ കൂടെ നിൽക്കുന്ന ആ ഡേവിഡിനെ ഞാൻ നശിപ്പിച്ചിരിക്കും, അതും എൻ്റെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് നവ്യ. പിന്നെ കാണിക്കുന്നത് നന്ദുവിൻ്റെ കൂടെ ഡിന്നറിന് പോകാൻ വേണ്ടി റെഡിയാകുന്ന അനിയാണ്. അന്നേരം അങ്ങോട്ടേക്ക് ജാനകി വരും. എന്നിട്ട് എന്നും പറയുന്ന പോലെ തന്നെ ഈ വിജയം എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്, ഇനി എന്നും നീ ആ MD കസേരയെ തന്നെ കാണും, അവിടെ നീ നിന്നെ പറിച്ചെറിയാൻ ആർക്കും സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അനി പറയും അമ്മ ഈ രീതിയിലുള്ള ഒന്നും ചിന്തിച്ച് മനസ്സിൽ കൂട്ടണ്ട, കാരണം ആദർശേട്ടനെ എന്ന് തിരിച്ചു വരുന്നു അന്ന് ഞാൻ ആ കസേര ഒഴിഞ്ഞു കൊടുക്കുമെന്ന്. അന്നേരം ജാനകി പറയും ഇതുപോലൊരു പൊട്ടൻ നീ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, കിട്ടിയ ആ ചാൻസ് ആ ഒരു സൗഭാഗ്യം വിട്ടുകളയേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമ്പം അനി പറയുന്നുണ്ട് ഞാൻ പൊട്ടനായിട്ടൊന്നുമല്ല, ഞാൻ നന്ദികേട് കാണിക്കാറില്ല, അതുകൊണ്ടാണ്. പിന്നെ അമ്മ എന്നെ പൊട്ടൻ എന്ന് വിളിക്കുമ്പോൾ ഒരു കാര്യം അമ്മ ചിന്തിക്കണം, അച്ഛൻ എന്നെങ്കിലും വെല്ലിച്ചനെ ധിക്കരിക്കുന്നതോ വെല്ലിച്ചൻ്റെ സംസാരത്തിന് മുകളിൽ അല്ലെങ്കിൽ ആ തീരുമാനത്തിന് മുകളിൽ വേറൊരു തീരുമാനം എടുക്കുന്നതോ അമ്മ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ രീതിയിൽ തന്നെയാണ് ഞാനും വളരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ജാനകിക്ക്. ഏതായാലും ഇതൊക്കെ പറഞ്ഞിട്ട് അനി അവിടുന്ന് പോരുന്നു. പിന്നെ നന്ദുവിനെ കാണിക്കുന്നു. നന്ദു ഓഫീസിൽ നിന്ന് ഇത്തിരി നേരത്തെ ഇറങ്ങാൻ തുടങ്ങുവാണ്. അന്നേരം ആ AC പറയുന്നുണ്ട് സാറേ ഇന്ന് ഞാൻ പുറത്തേക്കൊന്ന് പോവുകയാണ് ഇത്തിരി നേരത്തെ, അതുകൊണ്ട് ഇനി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സാറ് തന്നെ ഡീൽ ചെയ്യണമെന്ന് പറയും. അന്നേരം അങ്ങേര് ചോദിക്കുന്നുണ്ട് എവിടെ പോകുവാണ് എന്ന്. അന്നേരം പറയും എനിക്ക് വീട്ടിൽ ചെന്നിട്ട് അമ്മയുടെ കൂടെ ഒരു ഫംഗ്ഷന് പോകണമെന്ന്. അന്നേരം അയാൾ മനസ്സിലോർക്കുക അമ്മയുടെ കൂടെ തന്നെയാണോ അതോ ആ മൂർത്തി ജ്വല്ലറിയുടെ അനിയുടെ കൂടെ കറങ്ങി നടക്കാനാണോ എന്ന്. ഏതായാലും ഇതൊക്കെ പറഞ്ഞിട്ട് നന്ദു അവിടുന്ന് പോരുന്നു. അതിനുശേഷം വീട്ടിൽ വന്ന് റെഡിയാകുക കേട്ടോ അനിയുടെ കൂടെ പോകാൻ വേണ്ടി. അന്നേരം റൂമിലേക്ക് കനക വരുന്നു. എന്നിട്ട് എവിടെ പോകാനാ ഈ റെഡിയാകുന്ന, വല്ല കല്യാണത്തിനുമാണോ എന്ന് ചോദിക്കുമ്പം ഈ സമയത്ത് ഏത് കല്യാണം അമ്മ ഉള്ളത് എന്ന് ചോദിക്കും. എന്നാൽ പിന്നെ വല്ല റിസപ്ഷൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇതിനൊന്നുമല്ല, പോലീസ് അസോസിയേഷൻ്റെ ഒരു ഫംഗ്ഷനുണ്ട്, എനിക്ക് അതിന് പോകണം, അതിന് വേണ്ടി റെഡിയാകുന്നത് എന്ന് പറയുമ്പം അങ്ങോട്ട് തന്നെയാണോ അതോ അനിയെ കാണാനാണോ എന്ന് ചോദിക്കും. പിന്നെ എന്നും പറയുന്ന പോലെ കുറച്ച് തർക്കങ്ങൾ നമുക്ക് ഈ സീനൊക്കെ കാണുമ്പോൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് തോന്നും, കാരണം ഇതുപോലത്തെ ഒരുപാട് സീൻ പലതവണ വന്നിട്ടുള്ളതാണല്ലോ. എന്തായാലും കനകയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് നന്ദു അവിടുന്ന് പോരാൻ തുടങ്ങുവാണ്. കുറച്ച് കഴിയുമ്പം അനി വിളിക്കും നന്ദുവിനെ, നീ എവിടെയാണ്, നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ നീ വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു, നീ എന്താ ഇത്ര നേരം വിളിക്കാണ്ടിരുന്നത്, ഞാൻ എത്ര നേരം ഒരുങ്ങി നിൽക്കുന്നതെന്ന് അറിയാവോ, അമ്മയ്ക്കാണെങ്കിൽ സംശയവും തുടങ്ങി എന്ന് പറയുമ്പം അനി പറയും അതിന് നീ എനിക്ക് എന്നെ വെയിറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് പോന്നാൽ പോരായിരുന്നോ, ഏതായാലും അമ്മയ്ക്ക് സംശയം തോന്നാതെ നീ ഇങ്ങ് പോരെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എത്താറായി എന്ന് പറയുന്നു. എന്നാൽ ഞാൻ ഇറങ്ങുവാടാ എന്ന് നന്ദുവും പറയുന്നു. ഫോൺ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ വണ്ടി എടുക്കുമ്പം കറക്റ്റ് സൈഡിൽ കൂടെ ഒരു ബൈക്ക് വരുന്നുണ്ട്. ആ ബൈക്കിൽ തട്ടുവാണ് അനിയുടെ വണ്ടി. അന്തേക്കും ആൾക്കാർ ഓടിക്കൂടുന്നു. അങ്ങേര് കണ്ണ് കാണാൻ മേലെ, നോക്കി വണ്ടി ഓടിക്കാൻ മേലെ എന്നൊക്കെ ചോദിച്ച് അനിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി കുറച്ച് പൈസ എടുത്ത് അയാളുടെ കയ്യിലോട്ട് കൊടുക്കുവാണ് അനി. അന്നേരം നാട്ടുകാരും പറയുന്നുണ്ട് വണ്ടിക്ക് പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ലല്ലോ, അങ്ങ് ക്ഷമിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നു. ഏതായാലും വണ്ടിയൊക്കെ ഒന്ന് മാറ്റി വെച്ച് അയാളെ കൈ ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. അയാളെയും പിടിച്ച് നാട്ടുകാരങ്ങ് മാറുന്നു. അന്നേരം അനി വണ്ടി കയറി പോകാൻ തുടങ്ങുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതും നമ്മൾ പലതവണ കണ്ടതായിട്ട് ഫീൽ ചെയ്യും, കാരണം അനിയും നന്ദും എന്ന് പരസ്പരം കാണാൻ വേണ്ടി തയ്യാറെടുക്കുന്നു അന്ന് മൊത്തം പ്രശ്നങ്ങളാണ്. ഇവർ പരസ്പരം ഇങ്ങനെ രാത്രി കാണാതിരിക്കുന്നതാണ് നല്ലത്. ഏതായാലും ഇന്നത്തെ കഥ ഇതായിരുന്നു.